ഈ അള്ളാഹുവിന് തൊട്ട് നിരാകരിക്കപ്പെട്ട സിഫത്തുകളുണ്ട്. അള്ളാഹുവിനെ തൊട്ട് നിരാകരിക്കപ്പെട്ട സിഫത്തുകൾ ഇവിടെ 2 സിഫത്തുണ്ട്. അള്ളാഹിനെ തൊട്ട് നിരാകരിക്കപ്പെട്ടത് ഒന്നെന്താ? ഇവിടെ 2 സിഫത്ത് നിരാകരിക്കപ്പെട്ടത് അള്ളാഹ്ക്ക് വലാലില്ല. അള്ളാഹ്ക്ക് എന്തെങ്കിലും അള്ളാഹിൻ്റെ വിവരങ്ങൾ പോവുക, മായുക, അതില്ല. അജ്ഞത, അത് അങ്ങനെ പറയാം, അതില്ല. അതേപോലെ തന്നെ ഇവിടെ മറ്റൊന്നെന്താ? അള്ളാഹ്ക്ക് നിസിയാൻ, ഇതില്ല. ഇതൊക്കെ അള്ളാഹ്ക്ക് നിരാകരിക്കപ്പെട്ട സിഫത്താണ്, സിഫത്ത് നിരാകരിക്കപ്പെട്ടതാണ്. പിന്നെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞില്ലേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ. അള്ളാഹ്ക്ക് എന്തില്ല? സിനത്തില്ല. വല നൗം, അള്ളാഹ്ക്ക് എന്തില്ല? നൗമില്ല. അതേപോലെ തന്നെ വതവക്കൽ അലൽ ഹയ്യിൽ ലദി ലാ യമൂത്ത്. എന്താ ലാ യമൂത്ത് അള്ളാഹ്ക്ക് നിരാകരിക്കുന്ന സിഫത്ത് എന്താ? മൗത്ത്. അള്ളാഹ്ക്ക് മൗത്തില്ല. അതേപോലെ തന്നെ അള്ളാഹിനെ കുറിച്ച് വലാ യദ്ലിമു റബ്ബുക അഹദ. എന്താ വലാ യദ്ലിമു റബ്ബുക അഹദ? അള്ളാഹു ആരെയും ദുൽമ് ചെയ്യൂല. അള്ളാഹ്ക്ക് ദുൽമ് എന്നുള്ള സിഫത്തില്ല. അതേപോലെ തന്നെ വലം യഅയ ബിഖൽഖിഹിന്ന, വാനങ്ങളെയും ഭുവനങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ അള്ളാഹ്ക്ക് വലം യഅയ. എന്താ വലം യഅയ? ഈ റിയ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണം. അള്ളാഹ്ക്ക് യാതൊരു ക്ഷീണം. അതേപോലെ തന്നെ വമാ മസ്സനാ മിൻ ലുഗൂബ്. എന്താ ലുഗൂബ്? ലുഗൂബ് ഇതേപോലെ തന്നെ പ്രയാസം, ഞെരുക്കം അള്ളാഹ്ക്ക് ഏറ്റിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അള്ളാഹിനെ ലാ യഅജുസുഹു ഷൈ ഔ അങ്ങനെയല്ലേ? അള്ളാഹ്ക്ക് ഒരു അജിസ്, അജിസ് എങ്ങനെയാണ് പറഞ്ഞത്? വലൻ നുഅജിസഹു ഹറബ. അല്ല, അതാ ശക്തി. അള്ളാഹ്ക്ക് നിരാകരിക്കപ്പെട്ട സിഫത്ത്, അള്ളാഹുവിനെ ഒന്നും അശക്തമാക്കുകയില്ല എന്ന അർത്ഥത്തിൽ അജിസ് പ്രയോഗിച്ചിട്ടുണ്ട്. അതിവിടെ പ്രയോഗിച്ച് ഇപ്പോൾ നോക്കി. ഇതേപോലെ സിഫത്തുകൾ അള്ളാഹ്ക്ക് ഇപ്പം ബലാൽ, അതേപോലെ തന്നെ നിസിയാൻ, സിനത്ത്, നൗം, മൗത്ത്, ദുൽം, റിയാ, ലുഗൂബ്, അജ്സ്, ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്താ? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മൻഫിയത്തായ സിഫത്തുകളാണ്. അള്ളാഹിനെ തൊട്ട് നിരാകരിക്കപ്പെട്ട വിശേഷണങ്ങളാണ്, നിരാകരിക്കപ്പെട്ട സിഫത്തുകളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്തിഫാം ആദി സിഫത്ത്, ഈ സിഫത്തുകൾ അള്ളാഹിനെ തൊട്ട് എന്ത് ചെയ്യണം? നമ്മൾ നിരാകരിക്കണം. അള്ളാഹ്ക്ക് ഒരിക്കലും ബലാലില്ല, നിസിയാനില്ല, സിനത്തില്ല, നൗമില്ല, മൗത്തില്ല, ഉൽമില്ല, ലുഗൂബ്, അജ്സ്, ഇതൊന്നും അള്ളാഹ്ക്കില്ല. ഒപ്പം എന്ത് വേണം? ഈ സിഫത്തുകളെ നിരാകരിക്കുമ്പോൾ ഇതിനെതിരിലുള്ള സിഫത്തുകളുണ്ട്, അത് അള്ളാഹ്ക്ക് പൂർണ്ണ അളവിൽ സ്ഥാപിക്കും വേണം. ദലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. എന്ത് ദലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ അറിവിൽ നിന്ന് എന്തെങ്കിലും പോയി പോവുക എന്നുള്ളത്, അതാണ് ദലാൽ. അജ്ഞത എന്ന് ചിലർ പറഞ്ഞിട്ട് ജഹൽ, അജ്ഞത, അത് അള്ളാഹ്ക്കില്ല. ദലാലിന് പകരം ജഹൽ എന്ന് പറയാം. അള്ളാഹ്ക്ക് എന്തില്ല? ജഹിൽ ഇല്ല. നിസ്യാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവ് വിട്ടുപോവുക എന്നുള്ളതാണ്. ഇനി മറവി എന്ന് പറഞ്ഞാലും ഇവിടെ പ്രശ്നമല്ല മറവി. പക്ഷെ ചിലയിടത്ത് മറവി പറയാൻ പാടില്ല. നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അത്. അതായത് കദാലിക അതത്ക ആയാതുനാ ഫനസീതഹ ഫകദാലികൽ യൗമ തുൻസ അല്ലേ? അതേപോലെ തന്നെ നസുല്ലാഹ ഫനസിയഹും, നസുല്ലാ അവർ അള്ളാഹിനെ മറന്നു, ഫനസിയഹും അള്ളാഹു അവരെയും മറന്നു. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് മറക്കുക എന്നുള്ള എന്തില്ല? സിഫത്തില്ല. അള്ളാഹു നസുല്ല, അവർ അള്ളാഹിനെ കൈയൊഴിച്ചു, അതുകൊണ്ട് ഫനസിയഹും അള്ളാഹു അവരെയും ഒഴിവാക്കി എന്നുള്ളതാണ്. അവിടെ നസിയാൻ എന്താണ്? തെർക്കാണ്. പക്ഷെ ഇവിടെ മറവി എന്ന് പറയാം. പക്ഷെ അള്ളാഹ്ക്ക് എന്താണ്? മറവി നിരാകരിക്കപ്പെട്ട ഗുണം. അലൈഹി സ്വലാം. പിന്നെ സിനത്ത് എന്താ? സിനത്ത് മയക്കം, നൗം ഉറക്കം, മൗത്ത് മരണം, ദുൽമ് അക്രമം, അന്യായം. ഈ എന്ന് പറഞ്ഞാൽ ബലക്ഷയം, ലുഗൂബ് ക്ഷീണം, പ്രയാസം, പരവശത, അജിസ് അശക്തത,